സെയിൽസ്മാനായിട്ട് ഞാൻ പോകും, അതിനുശേഷം മാനേജറായിട്ട് ഞാൻ വിളിക്കും, അതിനുശേഷം ട്രെയിനറായിട്ട് ഞാൻ തന്നെ പോകും. രാവിലെ 3 മണിക്ക് റബ്ബർ ടാപ്പിങ്, അതിനുശേഷം മറ്റു പണികൾക്കും പോകും. ഇതൊക്കെ വന്നപ്പോഴത്തേനും ഒരു ശരീരം ഒരു സുപ്രഭാതത്തിൽ എണീറ്റപ്പം മുഖമെല്ലാം കൂടി ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്നുപോയി. ഒരു 1,00,000 രൂപയ്ക്ക് മാത്രം തുടങ്ങിയ ഒരു ബിസിനസ്സാണ് നമ്മൾ ഇന്നത്തെ ഈ ഇമിത്രം എന്ന ഒരു സ്ഥാപനം. ഇമിത്രം തുടങ്ങണമെങ്കിൽ വളരെ സിമ്പിളാണ്. അതായത് ഒരു വീട്ടിലൊരു നമ്മുടെ കയ്യിലൊരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടർ ഉപയോഗിച്ചാൽ മതി. പിന്നെ ഒരു ഇൻ്റർനെറ്റ് കണക്ഷനും ഒരു പ്രിൻ്ററും മാത്രം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ രക്ഷപ്പെടാനുള്ള കാരണം എന്നെ സഹായിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ്. ഓ യെസ്, നമുക്ക് ആരംഭിക്കാം. 9ാം ക്ലാസ്സിൽ പഠനം മുടക്കിയ ഒരു വ്യക്തി പിന്നീട് ഇലക്ട്രോണിക് മാധ്യമമാക്കി മാറ്റിക്കൊണ്ട് വളർന്ന് പന്തലിച്ച ഒരു ചരിത്രം, ഒരു കഥ. ആ കഥ പറയുമ്പോൾ കഥാനായകൻ നമ്മുടെ മുമ്പിൽ തന്നെ ഇരിക്കുകയാണ്. അദ്ദേഹം അതിനിട്ട പേരോ ഈ മിത്രം. ഈ മിത്രം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് മിത്രം. ഒരു 9ാം ക്ലാസ്സുകാരൻ ഇത്രയും വിപുലമായ വിവരശേഖരണം എങ്ങനെ നടത്തിയെന്ന് നമുക്കറിയണ്ടേ. സന്തോഷ് ജോൺ എന്ന് പറയുന്ന ഇന്നത്തെ OS അതിഥിയിലേക്ക് തന്നെ നമുക്ക് ചെല്ലാം. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. മിസ്റ്റർ സന്തോഷ്, OSലേക്ക് സ്വാഗതം. എങ്ങനെയാണ് നിങ്ങളുടെ ജീവചരിത്രം ഒന്ന് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഞാൻ ജനിച്ചത് കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിലാണ് ജനിച്ചത്. പഠനം നാടിനടുത്തുള്ള ചപ്പാർപ്പുഴ ഹൈസ്കൂളിലായിരുന്നു പഠനം. അവിടെ 9ാം ക്ലാസ് വരെയാണ് പഠിച്ചത്. അതിനുശേഷം വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ ഒരു 10-17 വർഷം പുറത്ത് ജോലി ചെയ്യേണ്ടി വന്നു. ജോലി എന്ന് പറഞ്ഞാൽ കൃഷിപ്പണി, അങ്ങനെ കൂലിപ്പണികളും അങ്ങനത്തെ പണികളെടുത്ത്, പെയിൻറ്റിങ് ആയിക്കോട്ടെ, അങ്ങനെ ഒരു 10-15 ടൈപ്പ് പണികളെടുത്തിട്ടാണ് ഒരു 17 വർഷം. ഈ 9 ക്ലാസ് നിർത്തിയതിനു ശേഷം അതെന്തായിരുന്നു വീട്ടിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ എന്നായിരുന്നു? വീട്ടിൽ അച്ഛനാണെങ്കിൽ എൻ്റെ 1.5 വയസ്സിൽ മരിച്ചതാണ്. പിന്നെ അമ്മയാണ് ഉണ്ടായിരുന്നത്. പിന്നെ 3 പെങ്ങന്മാരാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 9ാം ക്ലാസ് ആയപ്പോൾ തന്നെ വേണ്ട വലിയ പ്രാരാബ്ദം തലയിൽ വന്നു. ശരി. പിന്നെ പഠിക്കാനും അത്ര വലിയൊരു ഇഷ്ടം തോന്നിയില്ല. പിന്നെ അതിലും കൂടുതൽ ബാക്കി കുടുംബകാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാനാണ് താല്പര്യമൊന്നും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പഠനം നിർത്തി. പിന്നെ എവിടെ നിന്നാണ് പഠനം തുടർന്നത്? പഠനം തുടർന്നത് ഒരു 10-17 വർഷം അങ്ങനെ തൊഴിലുള്ളത് ചെയ്തു. പല പല പണികൾ എടുത്തിരുന്നു. അതിനുശേഷം കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് ഒരു നൈറ്റ് വാച്ചായി SLC എഴുതിയത്. അല്ല, ഇങ്ങനെ ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് ഇത് പഠിക്കണമെന്ന് തോന്നിയത് എന്തുകൊണ്ടാണ്? തോന്നിയെന്ന് വെച്ചാൽ നമ്മൾ പല ജോലികളും കാര്യങ്ങളും ഈ പുറത്തെല്ലാം പോയപ്പോൾ, തൊഴിലുമായി പോയപ്പോൾ വിദേശത്തെല്ലാം പോയോ? വിദേശത്ത് പോയിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടാണ്. അതിന് മുമ്പ് തന്നെ SLC എഴുതിയിരുന്നു. അതായത് പുറത്തിറങ്ങുമ്പോൾ നമ്മളൊരു നല്ല നല്ല ആൾക്കാരോട് പരിചയപ്പെടുമ്പം നമുക്ക് തോന്നി ഇങ്ങനെയൊന്നും നിന്നാൽ പോരാ, ഈ തൊഴിലെടുത്താൽ ഒരിക്കലും വിജയിക്കില്ല എന്ന് തോന്നി. അങ്ങനെയാണ് ഒരു SLC എഴുതണം, പിന്നെ അതൊരു +2 എഴുതണം, ആ രീതിയിലോട്ട് പോയത്. വിവാഹശേഷമാണ് SLC. +2 കഴിഞ്ഞ് പിന്നെ എന്ത് പഠിച്ചു? പിന്നെ ഡിഗ്രി കഴിഞ്ഞു, പിന്നെ MBA. അപ്പോൾ അതൊക്കെ എവിടെയാണ് ചെയ്തത്? അതെല്ലാം ഓപ്പണായിട്ട് ചെയ്യുകയാണ്. ആണോ? കറസ്പോണ്ട്. ഇപ്പോൾ കറണ്ട് പൊസിഷൻ എന്താ പഠിച്ചത്? ഇപ്പോൾ MBA ആണ്. ഇപ്പോൾ ഒരു സംശയം, അപ്പോൾ അവിടുന്ന് ഈ ബിസിനസ് തുടങ്ങിയപ്പോഴാണോ ഇതൊക്കെ പഠിക്കണമെന്ന് തോന്നിയത്, അതോ? അത് പഠനം ഇപ്പോഴാണ് കഴിഞ്ഞത്. അതായത് ഇതിൻ്റെ കൂടെയാണ്. അല്ല, അപ്പോൾ ഞാൻ ചോദിച്ചത്, ഇത്രയും ഒരു ബുദ്ധിമുട്ടുള്ള, ഇത്രയും വിദ്യാഭ്യാസപരമായി പിന്നിൽ നിൽക്കുന്ന ഒരാളിന് ഇത്ര ഇലക്ട്രോണിക് ബേസ് ആയിട്ടൊരു ബിസിനസ് മനസ്സിലുണ്ടായത് എങ്ങനെയാണ്? അത് കുറച്ച് നാട്ടിൽ കുറച്ച് ബിസിനസ്സെല്ലാം ചെയ്തു. അത് നല്ല പരാജയമായിരുന്നു. റബ്ബർ സ്ലോട്ടറിങ്, അതേപോലെ തന്നെ കുറച്ച് ബിസിനസ്സൊക്കെ ചെയ്തു. ആ കാലഘട്ടത്തിൽ റബ്ബറിനെല്ലാം നല്ല വിലയുണ്ട സമയത്താണ് ഞാൻ ബിസിനസ്സിലോട് സ്റ്റാർട്ട് ചെയ്തത്. അത് സ്വർണ്ണം പണയം വെച്ചും പലിശക്ക് ക്യാഷ് മേടിച്ചൊക്കെയാണ് ഞാൻ ബിസിനസ് തുടങ്ങിയത്. ആ സമയത്ത് 2011 കാലഘട്ടത്തിൽ റബ്ബറിന് നല്ല വില ഇടിഞ്ഞു. അതായത് 240 രൂപ വിലയുണ്ടായിരുന്നു, 110 വന്നു. നമ്മൾ ലക്ഷങ്ങൾ മുടക്കിയെടുത്ത റബ്ബറിന് നഷ്ടമായി. അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടായി. പിന്നെ അതോടെ തന്നെ ആ സമയത്താണെങ്കിൽ പ്രകൃതിക്ഷോഭം ഉണ്ടായിട്ട് തോട്ടത്തിന് നല്ല നഷ്ടം വന്നു. പിന്നെ അതേപോലെ തന്നെ ആ സമയത്താണ് എൻ്റെ ശരീരം തളർന്നു പോവുകയും ചെയ്തു. ശരീരം തളർന്നു എങ്ങനെ? അതായത് അധ്വാനം കുറച്ച് കൂടുതൽ. അതായത് രാവിലെ 3 മണിക്ക് റബ്ബർ ടാപ്പിങ്, അതിനുശേഷം മറ്റു പണികൾക്കും പോകും. ഇതൊക്കെ വന്നപ്പോഴത്തേനും ഒരു ശരീരം ഒരു സുപ്രഭാതത്തിൽ എണീറ്റപ്പം മുഖമെല്ലാം കൂടി ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്നു പോയി. പിന്നെ അത് എത്രാമത്തെ വയസ്സിൽ? അത് കല്യാണം കഴിഞ്ഞിട്ട് ഒരു 3-4 വർഷം കഴിഞ്ഞ ശേഷമാണ്. 35 വയസ്സായപ്പോൾ? 35 വയസ്സ്, 30 വയസ്സ് 32 വയസ്സായപ്പോഴാണ്. എന്നിട്ട് പിന്നെ എങ്ങനെയാണ് അത് പിന്നെ എങ്ങനെയാണ് റിക്കവർ ചെയ്ത് കയറി വന്നത്? കുറേ നാൾ ഹോസ്പിറ്റലിൽ കിടന്നു. പിന്നെ എനിക്ക് തോന്നിയത് ഞാൻ എല്ലാ ദിവസവും നമ്മൾ ആക്റ്റീവായിട്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ പുറകെ അതായത് സാധാരണ ഇങ്ങനെ ഒരു അസുഖം വന്നു എന്ന് പറഞ്ഞിട്ട് തടഞ്ഞു നിൽക്കാതെ ഞാൻ അപ്പോഴും പല പല പണികളായിട്ടും കാര്യങ്ങളായിട്ടും ഞാൻ ചെയ്തുകൊണ്ടിരുന്നു.
പല കാര്യങ്ങളായിട്ടും. വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ തന്നെ ഒരു വീട്ടിൽ നെറ്റുമാക്കി, അതിനുശേഷം ഒരു കമ്പ്യൂട്ടറും മേടിച്ച് ആ കമ്പ്യൂട്ടറിൽ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ച് അങ്ങനെ. കമ്പ്യൂട്ടറൊക്കെ എങ്ങനെ പഠിച്ചത്? ഈ സ്കൂൾ അക്കാഡമിക്കലായിട്ട് പഠിച്ചത്? അല്ല, അല്ലാതെ തന്നെ പഠിച്ചതാണ്. എങ്ങനെ പഠിച്ചു? അല്ലാതെ ഒട്ടും ബുക്ക് നോക്കിയിട്ടും ആ സമയത്തല്ല അങ്ങനെ. പിന്നെ ഒരു ഇൻ്റർനെറ്റ് കഫേയിൽ ആദ്യം ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കതിനോട് താല്പര്യം ഉണ്ടായിരുന്നു. അവിടെ ജോലിക്ക് നിന്നു? ജോലിക്ക് നിന്നിരുന്നു. അതായത് രാവിലെ മറ്റു മരത്തിൻ്റെ ലെയ്ത്ത് വർക്ക്ഷോപ്പിൽ നിൽക്കും, അതിനുശേഷം വൈകുന്നേരം ഇൻ്റർനെറ്റ് കഫേയിൽ നിൽക്കും. ആ രീതിയിൽ കുറേ നാൾ നിന്നിരുന്നു. എന്നാലും അതിനോട് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ ഈ ബിസിനസ്സോട്ട് വരാൻ കാരണം, അതായത് ഞാൻ ഗൾഫിൽ പോയി. ഈ കടബാധയെല്ലാം വന്നപ്പോൾ ഒരു കൂട്ടുകാരൻ ഗൾഫിൽ കൊണ്ടുപോയി. ആ ഗൾഫിൽ പോയിട്ട് തിരിച്ചു വന്നപ്പം, അതായത് ഗൾഫിൽ നിന്ന് എനിക്ക് വിജയിക്കാൻ പറ്റാതെ ഇല്ല. കാരണം അത്യാവശ്യം എൻ്റെ കടങ്ങൾ കാര്യങ്ങളൊക്കെ വീട്ടിയിരുന്നു. പിന്നെ നമ്മുടെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അതായത് അതിന് മുകളിലോട്ട് പോകണമെങ്കിൽ നമ്മുടെ ആ ഓഫീസിൽ പറ്റാതെ വന്നു. കാരണം അതിന് കൂടുതൽ ഇംഗ്ലീഷിലും പഠിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് എനിക്കന്നേരം വിദ്യാഭ്യാസം എല്ലാം കുറവായതുകൊണ്ട് തന്നെ ഇംഗ്ലീഷും സംസാരിക്കാൻ അറിയത്തില്ല. മീറ്റിങ്ങിനൊന്നും പോയിട്ടൊന്നും ഒരു പെർഫോമൻസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അവിടുന്ന് തിരിച്ചു വരേണ്ടി വന്നു. പിന്നെ നാട്ടിൽ വന്നപ്പോഴാണ് എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ, ഒരു ബിസിനസ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യണം. കാരണം ഗൾഫുകാരൻ്റെ ഒരു രീതിയിൽ നിന്ന് ആദ്യത്തെ പണിയിലോട്ട് പോകാൻ ബുദ്ധിമുട്ടും. അതായത് കൂലിപ്പണിയിലോട്ട് പോകാൻ കുറച്ച് നാൾ ഗൾഫുകാരനായി കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ കടബാധയിലും കൂടെ നമുക്ക് തന്നെ ഒരു തോന്നലുണ്ടായി. അങ്ങനെയാണ് ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ അന്നും എൻ്റെ കയ്യിൽ വലിയ ക്യാഷൊന്നും ഇല്ലായിരുന്നു. അതായത് നമ്മളൊരു കൂട്ടുകാരനും നമ്മുടെ ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയോടും കൂടെ എല്ലാവരും കൂടെ ഒരു ക്യാഷ് എടുത്തിട്ട് ഒരു 1,00,000 രൂപയ്ക്ക് മാത്രം തുടങ്ങിയ ഒരു ബിസിനസ്സാണ് നമ്മൾ ഇന്നത്തെ ഈ ഇമിത്രം എന്ന ഒരു സ്ഥാപനം. ഇമിത്രം എന്ന ഈ ബിസിനസ്സിലേക്ക് വന്നതും ഇമിത്രത്തിൻ്റെ ബിസിനസ് സ്വഭാവം എന്താണ്? ഇമിത്രം എന്നത് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഞാൻ നാട്ടിൽ ഗൾഫിൽ തിരിച്ചു വന്നപ്പോൾ എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അതിൻ്റെ ചെറിയ കയ്യിൽ കുറച്ച് എമൗണ്ട് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടുപിടിച്ചൊരു ബിസിനസ്സാണ് ഓൺലൈൻ സേവനങ്ങൾ നടത്തുക എന്നത്. കാരണം എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈനിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാരിൻ്റെ ആയിക്കോട്ടെ, സർക്കാർ ഇതര സംവിധാനങ്ങളായിക്കോട്ടെ, എല്ലാം ഓൺലൈനായിട്ട് വീട്ടിലായിട്ട് സ്വന്തമായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അതറിയാത്തവർക്ക് മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് പോകണം, വീട്ടിൽ കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും ഇല്ലെങ്കിൽ. അങ്ങനെ ഞാനൊരു ഓൺലൈൻ സേവന കേന്ദ്രമാണ് നടത്തിയത്. അങ്ങനെ അത് നടത്തിയപ്പോഴാണ് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ട് വന്നു. അത് തുടക്കക്കാർക്ക് എല്ലാവർക്കും വരുന്നൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഒരു സംവിധാനം ചെയ്യുമ്പോൾ, ഒരു ഓൺലൈൻ കേന്ദ്രം നടത്തുമ്പോൾ അതിന് ഓതറൈസ്ഡ് ആയിട്ടുള്ള കുറേ പോർട്ടലുകൾ വേണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, റെയിൽവേ ടിക്കറ്റ് എടുക്കണമെങ്കിൽ സാധാരണ നമുക്ക് റെയിൽവേ ടിക്കറ്റ് എല്ലാവർക്കും മൊബൈൽ എടുക്കാൻ പറ്റും. പക്ഷേ അത് വിപണനം ചെയ്യാൻ പറ്റില്ല. വിപണനം ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതിന് കൊമേഴ്ഷ്യൽ പോർട്ടൽ വേണം. ഇങ്ങനത്തെ പല കാര്യം, ഒരു ബാങ്കിൻ്റെ CSP ആണെങ്കിൽ തന്നെ അതിന് നമ്മൾ നേരിട്ടൊരാൾ പോയി ഒരു ബാങ്കിൽ പോയി ചോദിച്ചാൽ അതിൻ്റെ CSP തരില്ല. അതിൻ്റെ എല്ലാം ബുദ്ധിമുട്ട് വന്നപ്പം അതിൻ്റെ പുറകെ ഞാൻ കുറച്ച് നാൾ ഓടി. അന്നേരമാണ് എനിക്ക് മനസ്സിലായത്, ഇതേപോലെ ആവശ്യക്കാർ പലതുണ്ടല്ലോ. ഞാൻ അങ്ങനെയല്ല ഒരു സംവിധാനമായി എൻ്റെ ബിസിനസ് നല്ല രീതിയിലാക്കിയെടുത്തു. അന്നേരം എന്നെ അന്വേഷിച്ച് പലരും വരുമായിരുന്നു, നീ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കിയിട്ട്. അങ്ങനെ ഞാൻ കുറച്ച് പേർക്ക് അതേപോലത്തെ ചെയ്തു കൊടുത്തു. പിന്നെ അവർക്കൊരു സപ്പോർട്ടിങ് വേണം. അതായത് ഒരു ജനസേവനം എന്നൊരു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചില സ്ഥലത്ത് പോയാൽ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അത് അവർക്ക് അറിയാത്തതുകൊണ്ടാണ്. പുതിയ വരുന്ന ഓരോരോ സർവീസുകൾ ചെയ്യാൻ അറിയത്തില്ല. എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാനത് ചെയ്തു കൊടുക്കും. ഞാനത് ഇൻ്റർനെറ്റിലോ കാര്യങ്ങളിലോ നോക്കിയിട്ട് അല്ലെങ്കിൽ വേറെ ആരോടോ കൂട്ടുകാരോട് ചോദിച്ചു അത് പഠിക്കുന്നതാണ്. അത് ഞാൻ ചെയ്യുന്നത് കണ്ട് തൊട്ടടുത്തുള്ള ജനസേവന കേന്ദ്രങ്ങൾ എൻ്റെ അടുത്ത് വന്നു, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. പിന്നെ ഞാനൊരു വാട്സാപ്പിലൊരു കൂട്ടായ്മ ഉണ്ടാക്കി. കാരണം എല്ലാവരെയും സഹായിച്ച് കണ്ണൂർ ജില്ലയിലെ എല്ലാ ജനസേവന കേന്ദ്രങ്ങളെയും ഒരുമിച്ചെടുക്കാൻ വേണ്ടി ഒരു വാട്സാപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി. ആ കൂട്ടായ്മയിൽ കുറച്ച് നാൾ തുടങ്ങിയപ്പോഴാണ് ഇതൊരു ബിസിനസ് ഐഡിയ ആക്കി ചെയ്യുകയാണെങ്കിൽ, എനിക്കൊരു ബ്രാൻഡാക്കി ചെയ്യുകയാണെങ്കിൽ അത് മുന്നോട്ട് പോകുമല്ലോ അങ്ങനെ തോന്നൽ. അങ്ങനെയാണ് ഞാനൊരു ബിസിനസ്സായിട്ട് ചെയ്തത്. അല്ല, അപ്പോൾ കണ്ണൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് വരാനുള്ള സാഹചര്യം? കൊച്ചിയിലോട്ട് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഇവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴും എനിക്ക് ആദ്യം ഒരു കൃത്യമായിട്ട് അതെങ്ങനെ ബിസിനസ്സിൻ്റെ രീതിയിലായിട്ട് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ പണ്ട് പരാജയപ്പെട്ട ബിസിനസ്സുകാരനാണ്. പല ബിസിനസ് നടത്തിയും പരാജയപ്പെട്ടാണ്. ഒരു ബിസിനസ്സിനെ എങ്ങനെ സ്കെയിലപ്പ് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ആ സമയത്താണ് ഒരു റൂട്ട് സെറ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ സൗജന്യമായിട്ട് തന്നെ സിൻഡിക്കേറ്റ് ബാങ്ക് നടത്തുന്ന ഒരു ബിസിനസ് ഓണ്ടർപ്രണർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു കോഴ്സുണ്ട്. അതൊരു 12 ദിവസം കോഴ്സാണ്. ആ കോഴ്സ് നടന്നപ്പോഴാണ് ബിസിനസ്സിൻ്റെ ബ്രാൻഡിങ് എന്താണെന്നും മാർക്കറ്റിംഗ് എന്താണെന്നും ഇതെല്ലാം പഠിച്ചത്. അന്നേരം വിചാരിച്ചു, ഞാൻ ആ നാട്ടിലിങ്ങനെ പതുക്കെ ചെറുതായിട്ട് നടന്നിട്ട് കാര്യമില്ല, ഇങ്ങോട്ട് എറണാകുളത്തോട്ട് വരണമെന്ന് ഒരു തോന്നലുണ്ടായി. അങ്ങനെ എറണാകുളത്ത് വന്നപ്പോഴും കയ്യിൽ വലിയ കാര്യമായിട്ട് ക്യാഷൊന്നുമില്ലായിരുന്നു. ഒരു ഓഫീസിൽ പോയിട്ട് ഒരു ഓഫീസിൻ്റെ ഒരു സീറ്റിൽ ചോദിച്ചിട്ട് അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് ഈ മിത്രത്തിന് എന്തെല്ലാം സേവനങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ മിത്രം എന്ന് പറഞ്ഞാൽ ഒരു ജനസേവന കേന്ദ്രം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാവിധ സർവീസുകളാണ് ഈ മിത്രം ചെയ്തു കൊടുക്കുന്നത്.
ഈ മിത്രത്തിൻ്റെ ഫ്രാഞ്ചൈസികളാണ് നിങ്ങൾ കൊടുക്കുന്നത് എല്ലാവർക്കും? ഫ്രാഞ്ചൈസിലാണ് കൊടുക്കുന്നത്. ഇപ്പോൾ എത്ര ഫ്രാഞ്ചൈസികളുണ്ട്? ഇപ്പോൾ 2200 ഫ്രാഞ്ചൈസി ഉണ്ട് കേരളത്തിൽ മാത്രം? എല്ലാ ജില്ലകളിലുമായിട്ട്? എല്ലാ ജില്ലകളിലും. ഏറ്റവും കൂടുതൽ ഫ്രാഞ്ചൈസികൾ ഏത് ജില്ലയിലാണ്? കണ്ണൂരാണ്. 231 ഫ്രാഞ്ചൈസി ഉണ്ട്. ഒരു ഈ മിത്രം സ്റ്റോർ തുടങ്ങാൻ എത്ര സ്പെൻഡ് ചെയ്യണം ഒരാൾ വന്നാൽ? ഈ മിത്രം തുടങ്ങണമെങ്കിൽ വളരെ സിമ്പിളാണ്. അതായത് ഒരു വീട്ടിലൊരു നമ്മുടെ കയ്യിലൊരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടർ ഉപയോഗിച്ചാൽ മതി. പിന്നെ ഒരു ഇൻ്റർനെറ്റ് കണക്ഷനും ഒരു പ്രിൻ്ററും മാത്രം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. സാധാരണ രീതിയാണെങ്കിൽ ഒരു കടമുറിയും ഒരു ഇൻ്റർനെറ്റ് കണക്ഷനും ഒരു കമ്പ്യൂട്ടറും ഒരു പ്രിൻ്ററും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതിന് എങ്ങനെ കസ്റ്റമർ എങ്ങനെ വരും അവരിലേക്ക്? കസ്റ്റമർ എങ്ങനെ വരുന്നത് വെച്ചാൽ ആദ്യം ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് എന്താ വെച്ചാൽ അത് ചെയ്യാനുള്ള ഓതറൈസ്ഡ് പോർട്ടലുകൾ, പിന്നെ അതിൻ്റെ ട്രെയിനിങ്. അതായത് ട്രെയിനിങ് എന്ന് പറയുന്നത് ഓരോ ഇത്ര സർവീസ് 300ഓളം സേവനങ്ങളുണ്ട്. ആ സേവനങ്ങൾ ചെയ്യാനുള്ള ട്രെയിനിങ് കൊടുക്കും. പിന്നെ ട്രെയിനിങ് കൊടുത്താലും ഈ 400 സേവനങ്ങളൊന്നും ഒരു 10-20 ദിവസം ട്രെയിനിങ് കൊണ്ട് നടക്കില്ല. പിന്നെ ബാക്ക് എൻഡ് സപ്പോർട്ട് ഉണ്ടാവും. അതൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പാസ്പോർട്ട് എടുത്ത് ഒരാൾ ഒരു ഓഫീസിൽ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. അന്നേരം അത് മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ നേരിട്ട് സർക്കാരിൻ്റെ ഓഫീസോട്ട് വിളിച്ചു ചോദിച്ചാൽ കൃത്യമായ മറുപടി തരില്ല. കാരണം അവർ മറ്റു കാര്യങ്ങൾ കൊണ്ട് നമ്മളെ പഠിപ്പിക്കാൻ നിൽക്കില്ല. ആ സമയം ഞങ്ങളുടെ ഓഫീസോട്ട് വിളിക്കുകയാണെങ്കിൽ അവർ 2 സിസ്റ്റം കണക്ട് ചെയ്തിട്ട് അവിടെ എന്താണ് പ്രശ്നമെന്നും ഭാവിയിൽ ഈ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. അപ്പോഴെപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും, മോണിറ്റർ ചെയ്യും. അതാണ് ഒരു ഫ്രാഞ്ചൈസിക്ക് കിട്ടുന്ന ഗുണം അല്ലേ? ഫ്രാഞ്ചൈസിക്ക് കിട്ടുന്ന ഗുണം അതാണ്. അതുകൊണ്ടാണ് ചിലവരുടെ ഓൺലൈൻ കേന്ദ്രങ്ങൾ തുടങ്ങിയിട്ട് നിർത്തിപ്പോകാനുള്ള കാരണം ഇതേപോലത്തെ സപ്പോർട്ടിങ് ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ സപ്പോർട്ടിങ് കൊടുക്കുന്നത്. ഇതുപോലെ ഏതെങ്കിലും കോമ്പറ്റൻറ്റ് സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ടോ? വേറെ? തീർച്ചയായും ഉണ്ട്. ഏതൊക്കെയാണ്? കുറേ കാര്യങ്ങൾ, കുറേ സംവിധാനമുണ്ട്. സർക്കാരിൻ്റെതുണ്ട്. അല്ല ഈ അക്ഷയ കേന്ദ്രത്തിൻ്റെ ആക്ടിവിറ്റി അല്ലേ ശരിക്കും പറയാമെങ്കിൽ ഈ മിത്രം ചെയ്യുന്നത്? അത് മാത്രമല്ല, കുറച്ചുകൂടെ കൂടുതലുണ്ട്. തേർഡ് പാർട്ടി സർവീസ് കൂടെ ഉണ്ട്. അതായത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഷുറൻസ് പോലെ ഗവൺമെൻറ് ആകുമ്പോൾ അവർക്ക് ഗവൺമെൻറ് കമ്പനികളും പ്രൈവറ്റ് കമ്പനികളുമായിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നാട്ടിലൊരു ചെറിയൊരു ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി അവരുടെ സർവീസുകൾ കേരളത്തിൽ മുഴുവൻ എത്തിക്കണമെങ്കിൽ ഒരു സർക്കാരിൻ്റെ സംവിധാനത്തോട് ടൈപ്പ് ചെയ്യാവുന്ന ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞങ്ങളെടുത്ത് വരികയാണെങ്കിൽ അവരുമായി ടൈപ്പ് ചെയ്ത് അവരുടെ ഓരോ സർവീസ് പോയിൻ്റായിട്ട് ഞങ്ങളുടെ ഈ 2000ഓളം സെൻറ്ററുകളും പ്രവർത്തിക്കും. ഈ എൻ്റർപ്രനറായിട്ട് വരുന്നൊരു വ്യക്തി ഒരു ഏകദേശം 1 ലക്ഷം രൂപ മുടക്കി ഇത്രയും കാര്യങ്ങളൊക്കെ നടക്കുമെന്നാണ് തോന്നുന്നത് അല്ലേ? നടത്താം. അപ്പോൾ ഇനി അതിൻ്റെ കസ്റ്റമേഴ്സിന് ആര് കണ്ടുപിടിക്കും? അവർ തന്നെ കണ്ടുപിടിക്കണോ? തീർച്ചയായും. അതിന് വേണ്ട ബ്രാൻഡിങ് സൗകര്യങ്ങൾ ഞങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത്. എങ്ങനെയാണ് നിങ്ങൾ ബ്രാൻഡ് ചെയ്യുന്നത്? ബ്രാൻഡിങ് ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങൾ ഓൺലൈനിൽ ബ്രാൻഡിങ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ തന്നെ നമുക്ക് ഇപ്പോൾ ഈ മിത്രം എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പം കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡാണ്. പിന്നെ അതേപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ ബേസിക്കായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. പിന്നെ അതേപോലെ തന്നെ സപ്പോർട്ടിംഗ് ആയിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ ആ ഭാഗത്തുള്ള ഏതെങ്കിലും പ്രോഗ്രാമുകളെല്ലാം നമ്മൾ സ്പോൺസർ ചെയ്ത് കാര്യങ്ങൾ ചെയ്യും. ഈ നമ്മുടെ ഈ മിത്രം കൂടുതലുള്ള സ്ഥലത്തെ കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യാറുണ്ട്. ഈ മിത്രമല്ലാതെ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി ഇപ്പോൾ ചെയ്യുന്നുണ്ടോ? തീർച്ചയായും ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? ഈ ബിസിനസ് ഐഡിയ മറ്റൊരാൾക്ക് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. വൈറ്റ് ലേബൽ സിസ്റ്റം എന്ന് പറയും അതിന്. അതായത് വൈറ്റ് ലേബൽ സിസ്റ്റം. അതായത് ഞങ്ങൾക്ക് ഈ മിത്രം എന്ന സംവിധാനമുണ്ട്. ആ സംവിധാനം തുടക്കത്തിൽ നിന്ന് ഇതേപോലെ ആകണമെങ്കിൽ നമ്മൾ ഇത്രത്തോളം ആളിലോട്ട് എത്തണമെങ്കിൽ നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ തന്നെ ഇതേപോലത്തെ കമ്പനികൾ നടത്തിയ പലരും പരാജയപ്പെട്ട് പോയിട്ടുമുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുമ്പം അതിനു വേണ്ടി നല്ല രീതിയിൽ സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ, അതിൻ്റെ ട്രെയിനിങ് സെക്ഷൻ ആയിക്കോട്ടെ, ബാക്ക് എൻഡ് ടീം നല്ലവണ്ണം ആൾ വേണ്ടി വരും. അത് ഒരു തുടക്കക്കാർക്ക് ഇത്രയും ഇത് മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഇത്രയും 10, 30, 40 സ്റ്റാഫിനെ മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുപോകാനില്ല. കാരണം അതിനനുസരിച്ച് തുടക്കക്കാർക്ക് ഫ്രാഞ്ചൈസി വരില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതായത് അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ എന്താ ചെയ്ത് കൊടുക്കുന്നത്? അതിൻ്റെ സോഫ്റ്റ്വെയർ നമ്മൾ ചെയ്തു കൊടുക്കും. പിന്നെ ട്രെയിനിങ് ഞങ്ങൾ ചെയ്തു കൊടുക്കും. ബാക്ക് എൻഡ് സപ്പോർട്ട് ഞങ്ങൾ കൊടുക്കും. ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കമ്പനികളുടെ അവർ ഈ മെത്രത്തിൻ്റെ ആക്ടിവിറ്റി തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കൊരു കോമ്പറ്റൻ്റ് അല്ലേ അത്? അല്ല, അത് കുഴപ്പമില്ല. അത് അവരുടെ ബ്രാൻഡിലാണ് അവർ ചെയ്യുന്നത്. അവർ വേറെ ഏതെങ്കിലും ഒരു ബ്രാൻഡിലായിരിക്കും അവർ ചെയ്യുന്നത്. വേറെ എന്തൊക്കെ ബിസിനസ്സാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ? വേറെ മാട്രിമോണി സർവീസ് ഉണ്ട്. മാട്രിമോണിയൽ സർവീസ് ഉണ്ട്. അത് ശരി. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതായത് അതിലേക്ക് എത്തിപ്പെടാൻ കാരണം കല്യാണം കഴിക്കാൻ ബുദ്ധിമുട്ടിയിരുന്നു? ഇല്ലില്ല, ബുദ്ധിമുട്ടില്ല. കല്യാണം നേരത്തെ കഴിച്ചിരുന്നു. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരന് മാട്രിമോണി സർവീസ് ഇപ്പം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ സാധാരണ ഒരു നല്ല വേറൊരു മാട്രിമോണി സർവീസോട് ചെയ്യണമെങ്കിൽ 10,000-വും 15,000-വും വേണ്ടി വരും. അത്ര രൂപ വേണ്ടി വരും? 5,000 രൂപ കൂടുതലുണ്ടോ? 5,000 തൊട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ ഒരു ലിമിറ്റ്. നിങ്ങൾ എത്രയാ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 999 രൂപയാണ്. അതൊരു 1,000 രൂപയ്ക്ക് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അത് അൺലിമിറ്റഡ് ആണ്.
അതായത് ഇത്ര പ്രൊഫൈലോ നോക്കാൻ പറ്റുമെന്നില്ല. ഏത് സാധാരണക്കാരനും അത് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു ഗുണമെന്ന് വെച്ചാൽ ഞങ്ങളുടെ എല്ലാ സെൻറ്ററുകളിലും ഇപ്പോൾ ഈ മിത്രം 2200 വരുന്ന ഈ മിത്രം സെൻറ്റർ വഴി രജിസ്റ്റർ ചെയ്യാം. അത് സൗജന്യ രജിസ്ട്രേഷനാണ്. പിന്നെ 1000 രൂപ, അതായത് 999 രൂപ അടക്കുന്നവർക്ക് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനും പറ്റും. എല്ലാ പ്രൊഫൈലും ചെക്ക് ചെയ്യാനും പറ്റും. പിന്നെ അതേപോലെ തന്നെ ഡാറ്റകൾ എപ്പോഴും വെരിഫൈഡ് ചെയ്തായിരിക്കും. കാരണം നമുക്ക് ഇത്രയും എല്ലാ ലോക്കൽ പോയിന്റുകളും ഇത്രത്തോളം ഫ്രാഞ്ചൈസി ഉള്ളതുകൊണ്ട് ഈ തന്ന ഡാറ്റ ശരിയാണോ നമ്മൾ വെരിഫിക്കേഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ തന്നിരിക്കുന്ന ഒരു പയ്യൻ്റെ ഒരു കല്യാണാലോചനാണെങ്കിൽ അയാളെക്കുറിച്ച് നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടാണോ ചെയ്യുന്നതെന്ന് പറയുന്നത്? തീർച്ചയായും ചെയ്യും. അത് പറഞ്ഞാൽ നമ്മൾ വെരിഫൈഡ് ചെയ്ത ഉണ്ടാവും. കാരണം അതിൻ്റെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാം. ഇപ്പം ഞാനെന്ന വ്യക്തി ഞാൻ എറണാകുളത്ത് നിന്നാണ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ വീടും അഡ്രസ്സും ഞാൻ കണ്ണൂരാണ്. എൻ്റെ കണ്ണൂരിൽ ഏതെങ്കിലും തൊട്ടടുത്തുള്ള ആ സെൻറ്ററുകാരനോട് വെരിഫൈ ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് വെരിഫൈ ചെയ്യുന്നതിന് ഒരു എമൗണ്ട് നമ്മൾ കൊടുക്കുന്നത്, നമ്മുടെ സെൻട്രൽ ബേസ് ആയിട്ട് കൊടുക്കുന്നത്. അദ്ദേഹം നമ്മൾ തന്ന ഡാറ്റ, അല്ലാതെ കൂടുതൽ നിരീക്ഷിക്കുക എന്നല്ല, തന്ന ഡാറ്റകൾ ശരിയാണോ, പറഞ്ഞ വിദ്യാഭ്യാസം, പറഞ്ഞ ജോലിയും ഓക്കെ ആണോ എന്ന് പറഞ്ഞാൽ ഇപ്പം കല്യാണം ആലോചിക്കുമ്പോഴത്തേക്ക് പെണ്ണിൻ്റെ അപ്പനോ ചെറുക്കൻ്റെ അപ്പനോ അമ്മനോ മാതാപിതാക്കൾ അവരുടെ ഡേറ്റാസ് ഒന്നും തപ്പി പോകണ്ട. നിങ്ങളുടെ കല്യാണത്തിന് വരുന്ന ആളെ കണ്ട അന്നേരം വേണമെങ്കിൽ ഇഷ്ടപ്പെട്ട കെട്ടി കല്യാണം കഴിക്കാൻ. മറ്റു സ്വഭാവങ്ങളുടെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. അതവരെ അന്വേഷിക്കുക. അതായത് തന്ന ഡാറ്റകൾ ഓക്കെ ആണോ നമ്മൾ ചെക്ക് ചെയ്യുക. പിന്നെ വേറെ ഏത് ബിസിനസ്സിലേക്കാണ് വന്നിരിക്കുന്നത്? പിന്നെ സെക്യൂർ പേയ്മെന്റ് സർവീസുകൾ. അതെന്താണ്? അതായത് ഈ ചില കടകളിലും കാര്യങ്ങളിലും സ്റ്റേഷനറി കടകളിലും മണി ട്രാൻസ്ഫർ, റീചാർജുകളൊക്കെ ചെയ്യുന്നില്ലേ, അതാണ് ഞങ്ങളുടെ വീട്ടിൽ കൂടെയാണ് ചെയ്യുന്നത്. അത് എത്ര സ്ഥലത്ത് നടത്തുന്നു? അത് മിനി ATM. അത് 40,000-ഓളം തന്നെ ഉണ്ട്. ഇപ്പോൾ 40,000 ATM കൗണ്ടറുകൾ നിങ്ങൾ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു. ATM കൗണ്ടറുകൾ ചെറിയ മിനി, മനസ്സിലായി. മിനി വേറെ എന്തെങ്കിലും മിനി ബിസിനസ് ഉണ്ടോ ഇതുപോലെ? കാരണം ഇങ്ങനെ ബിസിനസ്സുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നതുകൊണ്ട് ചോദിക്കുകയാണ്. തീർച്ചയായും. അതായത് ഇനി നമ്മളെ സംബന്ധിച്ചോളം ഇപ്പം നമ്മൾ പുറത്തോട്ട് പോയി, അതായത് തമിഴ്നാട്ടിലോട്ട് സ്റ്റാർട്ട് ചെയ്തു. തമിഴ്നാട്ടിൽ 15ഓളം തന്നെ സെൻറ്ററുകൾ, 15 മേളത്തിൻ്റെ സെൻറ്ററുകളായി. പിന്നെ അവിടുത്തെ പല കമ്പനികൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ പല അടുത്ത സംസ്ഥാനങ്ങളിലോട്ട് പോകുന്നു. അങ്ങനെ ആ ഏരിയയിലുണ്ടെങ്കിൽ ആരെങ്കിലും ഇതേപോലെ ചെയ്യാൻ ആഗ്രഹമുണ്ട്, അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് തന്നെ നമ്മൾ ചെയ്യാൻ നമ്മൾ താല്പര്യമാണ്. അതായത് ഒരു പുറത്ത് ഏത് സംസ്ഥാനത്തും ഇത്തരം ബിസിനസ്സുകളാണോ വേറെ ബിസിനസ്സുകളോ? ഇത്തരം ബിസിനസ്സുകളാണ് കൂടുതലും ചെയ്യുന്നത്. ഇനി ഏതെങ്കിലും പുതിയ തരത്തിലുള്ള ഐഡിയ മനസ്സിലിപ്പോൾ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചത്. പല കാര്യങ്ങളും നമ്മൾ ചർച്ചയിലുണ്ട്. വീണ്ടും സന്തോഷിൻ്റെ ഐഡിയ ബാങ്കിൽ നിന്നും ഐഡിയകൾ വന്നുകൊണ്ടേയിരിക്കും. അതെല്ലാം ചില സംരംഭങ്ങളായി മാറും. ചിലത് എല്ലാം തന്നെ വിജയിച്ചു എന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായും ഇല്ല. ചെയ്യുന്ന എല്ലാ കാര്യം വിജയിച്ചിട്ടില്ല. എത്ര സംരംഭങ്ങൾ ഇതിനകം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്? സംരംഭങ്ങളുമായിട്ട് ആത്മാർത്ഥമായി പഠിച്ചു ചെയ്ത ഒറ്റ കാര്യങ്ങൾ ഇതേ ഉള്ളൂ. ബാക്കിയെല്ലാം പരീക്ഷണങ്ങളായിരുന്നു. ഇന്ന് എത്തി നിൽക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ചില കാര്യങ്ങളെല്ലാം പണ്ട് നമ്മൾ പഠിക്കാതെ ചെയ്ത കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഏറ്റവും എനിക്കൊരു എടുത്ത് നന്ദി പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ JC എന്ന പ്രസ്ഥാനത്തിലെ ഒരു ഓണ്ടർപ്രണർ ഹബ് മീറ്റിങ്ങിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ഈ റോഡ് സെറ്റിനെ കുറിച്ച് അറിയുന്നത്. JCs, ജൂനിയർ ചേംബർ. അതിലൊരു മെമ്പറായിരുന്നു ഞാൻ. പക്ഷേ ഞാൻ എപ്പോഴും അങ്ങനെ പോകാറൊന്നുമില്ല. അങ്ങനെ എൻ്റെ കൂട്ടുകാരൻ നിർബന്ധപ്രകാരമാണ്, ബോബി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം നിർബന്ധപ്രകാരം ഒരു ഓണ്ടർപ്രണർ ഹബ് മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുത്തു. ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതാണ് സർക്കാർ ഇതേപോലത്തെ പല കാര്യങ്ങളും ഇവിടെ നടത്തുന്നുണ്ടെന്ന് മനസ്സിലായത്. അങ്ങനെ ഞാൻ ആ മീറ്റിങ്ങിൽ അന്ന് മീറ്റിങ്ങിൽ റൂട്ട് സെറ്റിൽ ഞാൻ അന്ന് അവിടെ നിന്ന് ഓൺലൈൻ രജിസ്റ്റർ ചെയ്തു. അവിടെ പോയി ആ 13 ദിവസത്തെ സൗജന്യമാണ്. എല്ലാ ജില്ലകളിലും ഉണ്ട് ഇത്. അങ്ങനെ ഞങ്ങൾ കാഞ്ഞിരങ്ങാട് റൂട്ട് സെറ്റിലാണ്, കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലുള്ള. അവിടെ പോയി 13 ദിവസത്തെ കോഴ്സ് കഴിഞ്ഞപ്പോഴാണ് എങ്ങനെയാണ് ബിസിനസ് ചെയ്യേണ്ടത്, എന്താണ് മാർക്കറ്റിങ്ങും ബ്രാൻഡിങ്ങുകളുടെ വ്യത്യാസം എന്താണ്, നമ്മളത് എങ്ങനെ ഇടപെടണം, കാര്യങ്ങൾ മനസ്സിലാക്കി. പിന്നെ അവിടെ നിന്നാണ് മനസ്സിലാകാതെ നമ്മുടെ മൈസോൺ എന്നൊരു സംവിധാനം കേരളത്തിലുണ്ടെന്ന്. അതായത് സ്റ്റാർട്ടപ്പ് മിഷൻ നമുക്ക് ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ മുമ്പ് ചെയ്ത എല്ലാ ബിസിനസ്സും ആദ്യം ഒരു ഓഫീസ് തുടങ്ങി പിന്നെ സ്റ്റാഫിനെ കണ്ടുപിടിച്ചാൽ ചെയ്തേ. പക്ഷേ ഇവിടെ സംബന്ധിച്ചോളം ഒരു ബിസിനസ് ഐഡിയ ഉള്ളവർക്ക് ഒന്നുമില്ലാതെ നേരെ കയറി ചെന്ന് പിറ്റേ ദിവസം ബിസിനസ് ചെയ്യാൻ അവരെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നൊരു അവസരമുണ്ട്. അങ്ങനെ ഒരു കോവർ സ്പേസിൽ ഒരു സീറ്റ് ഇട്ട് തുടങ്ങിയതാണ് ഈ മിത്രം. പിന്നെ അവിടെ ഇന്ന് എത്ര പേരുണ്ട് സ്റ്റാഫായിട്ട്? 60ഓളം പേരുണ്ടെന്ന്. എത്ര ഫ്രാഞ്ചൈസികൾ 2200 ഫ്രാഞ്ചൈസി ഉണ്ട് ഈ മിത്രത്തിന് മാത്രം. അപ്പോൾ ഈ മിത്രവും അല്ലെങ്കിൽ സന്തോഷ് ജോണിന് എന്തൊക്കെ പുതിയ പദ്ധതികളാണ് മനസ്സിലുള്ളത്? അതായത് ഇപ്പോൾ 2025 ആവുമ്പോഴത്തേനും 5000-ഓളം ഫ്രാഞ്ചൈസി കേരളത്തിലുണ്ടാക്കി.
ഈ മിത്രത്തിന് ഉണ്ടാക്കുക. പിന്നെ അതേപോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ലോഞ്ചിങ് ഹബ്ബായി മാറ്റുക എന്നാണ്. അതായത് ഏത് കമ്പനികൾക്കും ഇപ്പോഴൊരു ഒരു മൾട്ടിനാഷണൽ കമ്പനി ആയിക്കോട്ടെ, അവരുടെ സർവീസുകൾ, ഒരു ഉദാഹരണം പോലെ ഒരു ഇൻഷുറൻസ് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ഇൻഷുറൻസ് ലോക്കൽ പോയിന്റിലോട്ട് എത്തിക്കണമെങ്കിലും ആ ഇൻഷുറൻസിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നാട്ടുകാരിൽ എത്തിക്കണമെങ്കിലും ഞങ്ങളുമായിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നിങ്ങൾ എങ്ങനെ എത്തിക്കും അത്? അതായത് നമുക്ക് ഇത്രത്തോളം ഈ 5000 ഫ്രാഞ്ചൈസികളോടെയും നമുക്കൊരു ഫ്രാഞ്ചൈസിയിൽ 100 തൊട്ട് 200 ആൾ ദിവസം കയറി ഇറങ്ങുന്നതാണ്. നമ്മുടെ ഇവിടെ സെൻട്രലിൽ നിന്ന്, അതായത് ഈമത്തിൻ്റെ ഹെഡ് ഓഫീസിൽ നിന്ന് ഒരു സോഫ്റ്റ് കോപ്പി അയച്ച് ഒരു ട്രെയിനിങ് എല്ലാവരെയും ഓൺലൈനിൽ വിളിച്ചാൽ തന്നെ അവർക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാവുന്നതാണ്. പിന്നെ അവർ ഇത്രത്തോളം പേര് ഈ 5000-ഓളം വരുന്ന ആൾക്കാരിൽ കൂടെ തന്നെ എല്ലാ ലോക്കൽ പോയിന്റുകളിലും നമുക്ക് ഈ പ്രൊഡക്റ്റ് എത്തിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകൾ ഇത് എത്തിക്കാനുള്ള ഇത് കാണിക്കണ്ടേ അവർക്ക് എന്താണ് ഇതുകൊണ്ടുള്ള മെച്ചം? തീർച്ചയായും ഇപ്പോൾ എല്ലാ ബിസിനസ്സും അങ്ങനെയാണ് ചെയ്യുന്നത്. അതിപ്പോൾ എല്ലാ ബാങ്കുകളും നോക്കി, ഇപ്പം ബാങ്കുകൾ CSP ആയിട്ട് നമ്മൾ ഉപഭോക്തൃ കേന്ദ്രങ്ങളായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ അന്നേരം അവർ ചെയ്യുന്ന ഇതിന് കമ്മീഷൻ ഉണ്ടാവും. ആ രീതിയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. എല്ലാവർക്കും ഒരു ഇൻസെൻറ്റീവ് എന്ന നിലയിൽ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ചെയ്യാൻ താല്പര്യം എന്ന രീതിയിൽ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ തന്നെ നമ്മുടെ മാട്രിമോണി സർവീസുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് അവിടെ നമ്മുടെ നാട്ടിൽ കൂടെ നമ്മുടെ മാട്രിമോണി സർവീസിന് വലിയ പരസ്യമില്ല. കാരണം എന്താ വെച്ചാൽ അത്രത്തോളം തന്നെ പരസ്യം കൊടുക്കേണ്ട എമൗണ്ട് തന്നെ ജനങ്ങൾക്ക് കുറച്ച് കൊടുക്കുന്നു. അതായത് നമ്മുടെ സെൻറ്റർ മുഖേന മാത്രമാണ് നമ്മുടെ ബിസിനസ് വരുന്നത്. ഇവിടെ എല്ലാ മാട്രിമോണിയൽ സൈറ്റുകളും കമ്മ്യൂണിറ്റി ബേസിലാണ് പറയുന്നത്. അപ്പോൾ ഇപ്പം ഈ കമ്മ്യൂണിറ്റി അല്ലാതെ എല്ലാവരും ജനറലായിട്ടാണോ ചെയ്യുന്നത് ഈ മിത്രം? ഇത് ജനറലായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചോളം ഇത് അവരോട് മറ്റ് എമൗണ്ടുകളൊന്നും മേടിക്കാറില്ല. അതായത് ഈ ആകെ 1000 രൂപ. പിന്നെ അവരുടെ ശേഷം കല്യാണം കഴിഞ്ഞെങ്കിൽ ചിലർ നമ്മൾ വിളിച്ചു പറഞ്ഞിട്ടാണ് നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്യുക. ഒട്ടേറെ പരാജയങ്ങൾ കണ്ടറിഞ്ഞ് വളർന്നു വന്ന സന്തോഷിൻ്റെ പുതിയ സംരംഭകരോട് എന്താണ് പറയാനുള്ളത്? അതായത് ഒന്ന് ചെയ്യാൻ പറഞ്ഞാൽ നമുക്കിതിനെക്കുറിച്ച് അറിയാവുന്ന, അതായത് ഒരു കുറച്ചിലും അറിയാവുന്ന കാര്യങ്ങൾ എടുത്ത് ചെയ്യണമെന്ന്. അതായത് ഒന്നും അറിയാത്തൊരു കാര്യത്തോട്ട് എടുത്ത് ചാടാൻ പാടില്ല. അതായത് ആരെങ്കിലും ഒരു പറഞ്ഞു എന്തെങ്കിലും അറിഞ്ഞുകൊണ്ട് വേണം എന്തെങ്കിലും ഇതിനെക്കുറിച്ചൊരു കുറച്ചെങ്കിലും അറിയണം. ഇപ്പം ഞാനിത് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ എൻ്റെ ഒരു സ്റ്റാഫ് വരെ ഒരു ദിവസം വന്നില്ലെങ്കിലും ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ എനിക്കറിയാം. ഓക്കെ, അതെനിക്കറിയാം. പിന്നെ അതേപോലെ തന്നെ ആരെങ്കിലും ക്യാഷ് തന്ന് സഹായിച്ചിട്ടോ അങ്ങനെ ബിസിനസ് ഇറങ്ങാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതായത് പിന്നെ അതേപോലെ തന്നെ ആരെങ്കിലും ലോൺ മേടിച്ചിട്ടോ ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് ഞാൻ. പിന്നെ ആരെങ്കിലും സഹായിക്കും, ആ രീതിയിൽ ചെയ്യാൻ പാടില്ല. പിന്നെ അങ്ങനെയാണ് കൂടുതൽ ആൾക്കാരുടെ ഒരു കണ്ടീഷനുള്ളത്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു തരും. ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ രക്ഷപ്പെടാനുള്ള കാരണം എന്നെ സഹായിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ്. ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ബാക്കിയുള്ളൊരു ഭാഗങ്ങൾ എൻ്റെ കൂടെ ഉള്ളവരെല്ലാം ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ അവർക്കെല്ലാം ഇഷ്ടംപോലെ കുടുംബത്തിൽ ഇഷ്ടംപോലെ ക്യാഷുണ്ട്, കാര്യങ്ങളുണ്ട്. എന്നെ സംബന്ധിച്ചോളം എന്നെ സഹായിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ തന്നെ ചെയ്താൽ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നൊരു തോന്നൽ. ആ രീതിയിൽ ഒരു പാരസൈറ്റായിട്ട് വളരാൻ ശ്രമിക്കരുത്. അതാണ് അല്ലേ? പിന്നെ അധ്വാനിക്കാൻ തയ്യാറാകുക. ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ ആദ്യം ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നേരം ഞാൻ തന്നെയാണ് മാർക്കറ്റിങ്ങിൽ പോകുക. സെയിൽസ്മാൻ ഞാൻ തന്നെയായിരുന്നു. സെയിൽസ്മാനായിട്ട് ഞാൻ പോകും, അതിനുശേഷം മാനേജറായിട്ട് ഞാൻ വിളിക്കും, അതിനുശേഷം ട്രെയിനറായിട്ട് ഞാൻ തന്നെ പോകും. അങ്ങനെയാണ് ഞാൻ മാനേജറായിരുന്നു. യെസ്, അതായത് ഞാൻ കണ്ണൂരിൽ നിന്ന് ഇടുക്കിയിൽ വരെ ഇവരെ കട്ടപ്പന വരെ പോയിട്ട് ഞാൻ അവിടെ പോയി ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ആ രീതിയിലാണ് നടന്നത്. അതിനുശേഷമാണ് ഇങ്ങനത്തെ നമുക്ക് ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ആയത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ മിത്രം അങ്ങനെ ഓരോ ദിവസവും പുതിയ ഐഡിയകളുമായിട്ട് എല്ലാ ആളുകളെയും മിത്രങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും സന്തോഷം ഈ ഒരു പ്രയാണം അതെന്ത് പറഞ്ഞാലും ഒരു ത്രില്ലിംഗ് ആണ്. കാരണം കേൾക്കുമ്പോൾ തന്നെ കോരിത്തിരിക്കുന്ന ഒരു ചരിത്രമുണ്ട് പറയാനായിട്ട്. റബ്ബർ വെട്ടുകാരൻ, 9ാം ക്ലാസ്സുകാരൻ, കൂലിപ്പണി ചെയ്തു നടന്നുകൊണ്ടിരുന്ന ആൾ, എല്ലാം പൊളിഞ്ഞവൻ, തകർന്നവൻ, നിരാശനായവൻ, അച്ഛൻ 1.5 വയസ്സിൽ മരിച്ചുപോയൊരു വ്യക്തി ഇത്രയും പറന്നുയർന്ന് ഇവിടം വരെ എത്തിയെന്ന് പറയുമ്പം ഏതൊരാൾക്കും ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയരാമെന്നൊരു മാതൃകയാണ് സന്തോഷ് ജോൺ എന്ന് പറയുന്നത് ഈ തളിപ്പറമ്പുകാരൻ. കൊച്ചിയിൽ വന്ന് ഈ നടത്തുന്ന യാത്ര എന്നുമെന്നും ശുഭകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.